മാനുഷിക മൂല്യങ്ങൾ നഷ്ടപ്പെട്ട് ജീവികളുടെ ജീവന് യാതൊരു വിലയുമില്ലാതാകുന്ന അവസ്ഥയാണ് ഇന്ന് ആശുപത്രിയിൽ നിന്നുള്ള വിവരങ്ങൾ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഡോക്ടറും സിവിൽ സർവൻറ്റും അല്ലാത്ത സ്ഥാനങ്ങളൊന്നും ഇന്നത്തെ സമൂഹത്തിന് ആവശ്യമില്ലാതായി തീർന്നിരിക്കുന്നു. അതിനുവേണ്ടിയുള്ള മത്സരത്തിനിടയിൽ ആരും അവരുടെ കഴിവുകൾ മനസ്സിലാക്കാതെ വലിയ വലിയ സ്ഥാനങ്ങൾ എത്തിപ്പിടിക്കാനായി മത്സരിക്കുന്നതുകൊണ്ട് ഇന്നത്തെ സമൂഹത്തിൽ ഒരു നല്ല കാര്യവും നടക്കാതെയായിരിക്കുന്നു. മനസാക്ഷി എന്നൊന്ന് ഏതൊരു മനുഷ്യനിലും ഇന്ന് ഇല്ലാതായതിൻ്റെ ലക്ഷണങ്ങളാണ് ഈ ആശുപത്രിയിൽ നിന്നുള്ള വിവരങ്ങൾ പുറത്തെത്തിക്കുന്നത്. കയ്യിന് ചികിത്സയ്ക്കായി ചെന്നാൽ തല മുറിച്ചു മാറ്റുന്ന സ്ഥിതിയിലേക്ക് ഇന്നത്തെ ഡോക്ടർമാർ എത്തിച്ചിരിക്കുന്നു. സർക്കാർ നിയമങ്ങളും ഇതിനു വേണ്ട എല്ലാ സഹായങ്ങളും വലിയ വലിയ പണക്കാർക്ക് മാത്രമായി കൊടുത്തിരിക്കുന്നത് കൊണ്ട് സാധാരണക്കാർക്ക് ഒരു തരത്തിലും ജീവിക്കാൻ പറ്റാതായി തീർന്നിരിക്കുന്നു. തീരെ അവശരായി ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് ജീവിതം വഴിമുട്ടിയിരിക്കുന്ന ഒരു മനുഷ്യന് പോലും ഒരു വിറ്റാമിൻ ഗുളിക പോലും സർക്കാർ ആശുപത്രിയിൽ ചെന്നാൽ കിട്ടുന്നില്ല. അതെല്ലാം തന്നെ ആശുപത്രി ജീവനക്കാർക്ക് സ്വത്തുക്കളായി അവർ തന്നെ കൈയടക്കിയിരിക്കുന്നു. സകല സ്ഥാപനങ്ങളിലെ ജീവനക്കാരാകട്ടെ അടുത്ത പ്രദേശത്തുള്ള പാർട്ടിക്കാരുടെ രാഷ്ട്രീയക്കാരുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരെങ്കിലുമൊക്കെ ആയിരിക്കും. അതിനപ്പുറത്തേക്ക് ഒരു തൊഴിൽ സൗകര്യങ്ങളും മറ്റുള്ളവർക്ക് ലഭ്യമാകുന്നുമില്ല. ഇതിനൊക്കെ മാറ്റമുണ്ടാകണമെങ്കിൽ സാധാരണക്കാരായ മനുഷ്യർ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നിട്ടിറങ്ങിയാലേ സാധിക്കുകയുള്ളൂ. അതൊന്നും ഇനിയൊരിക്കലും സംഭവിക്കുമെന്ന് നമുക്ക് കരുതാനും സാധിക്കില്ല. കാരണം ഓരോരുത്തരും അവരുടെ കാര്യങ്ങൾ സാധിക്കുവാൻ വേണ്ടി ഏത് വഴിയും തിരഞ്ഞെടുക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇന്നത്തെ സമൂഹം എത്തിയിരിക്കുന്നു. അതുകൊണ്ട് വരുന്നത് പോലെ അനുഭവിച്ച് ഇതെല്ലാം ഇവിടെ ഒതുങ്ങി തീരുവാനേ വഴിയുള്ളൂ. ഇതിനൊരു മാറ്റം വരുത്താൻ മനുഷ്യർ സ്വയം തയ്യാറാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു.